വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ 3D പ്രിന്റ് ചെയ്യാൻ പോകുന്നത് 1944 മോഡൽ വില്ലീസ് ജീപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു മോഡലാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് 3D പ്രിൻറ്റിങ്ങിൻ്റെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന മോഡലിൻ്റെ ഓരോ പാർട്സിൻ്റെ ഇമേജസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ 3D റെൻഡേർഡ് ഇമേജാണിത്. ഈ ഒരു മോഡലാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3D മോഡൽസ് എല്ലാം STL ഫോർമാറ്റിലാണുള്ളത്. നമുക്ക് STL ഫോർമാറ്റ് ഡയറക്റ്റ് പ്രിൻ്ററിൽ പ്രിൻ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കത് പ്രിൻ്ററിന് മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള ഒരു ഫോർമാറ്റാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്ലൈസർ സോഫ്റ്റ്വെയർ ആണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രൂസയുടെ സ്ലൈസറാണ്. അതുപോലെ ക്യൂറ, റിയാലിറ്റി, സൂപ്പർ സ്ലൈസർ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അത് ഓരോ നമ്മുടെ മോഡലിനനുസരിച്ച് നമ്മൾ സെറ്റിങ്സ് ട്യൂൺ ചെയ്ത് മാറ്റി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. എല്ലാ മോഡലിനും ഒരേ സെറ്റിങ്സ് വെച്ചാൽ നമുക്ക് പ്രിൻ്റ് ശരിയായിട്ടുള്ള രീതിയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ 3D പ്രിൻറ്റിങ്ങിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ജീപ്പിൻ്റെ എല്ലാ പാർട്സിൻ്റെ പ്രിൻറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ ഇത് സെറ്റ് ചെയ്തെടുക്കാം.